നമസ്കാരം. പത്തനംതിട്ട കടമ്പനാട് ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ റീപോളിംഗ് നടത്തണമെന്ന ആവശ്യവുമായി NDA. പോളിംഗ് നടന്നതിനേക്കാൾ 110 വോട്ടുകൾ അധികമായിട്ടാണ് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തിയതെന്നാണ് NDAയുടെ ആരോപണം. 449 വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ 559 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളതായിട്ടാണ് വോട്ടിംഗ് മെഷീനിൽ കാണിച്ചത്. കുന്നുവിള അംഗൻവാടിയിലെ ബൂത്ത് നമ്പർ 2ലെ മെഷീനിലാണ് ഈ തകരാറ് കണ്ടെത്തിയതെന്നും NDA സ്ഥാനാർത്ഥികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇക്കാര്യം NDA സ്ഥാനാർത്ഥികൾ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയിട്ടും വേണ്ട നടപടി സ്വീകരിച്ചില്ല. വിഷയം ഗൗരവത്തിലെടുക്കുകയോ ചെയ്തിട്ടില്ല. പരാതി നൽകിയിട്ടും ജില്ലാ ഇലക്ഷൻ ഓഫീസറുടെ ഭാഗത്തു നിന്നോ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ വിശദീകരണക്കുറിപ്പോ ലഭ്യമായിട്ടില്ല. LDF, UDF മുന്നണികളും മൗനം തുടരുകയാണ്. വിഷയത്തിൽ ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. NDA സ്ഥാനാർത്ഥികളും BJP നേതൃത്വവും കളക്ടർക്ക് പരാതി നൽകിയതാണ്. വിഷയത്തിൽ നടപടിയുണ്ടാകാത്ത പക്ഷം കോടതിയെ സമീപിക്കുമെന്നും അവർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് ഏനാഥ് ഡിവിഷൻ NDA സ്ഥാനാർത്ഥി RR ഐശ്വര്യ, കടമ്പനാട് ബ്ലോക്ക് സ്ഥാനാർത്ഥി അജി വിശ്വനാഥ്, NDA ചീഫ് ഇലക്ഷൻ ഏജന്റ് അഡ്വക്കേറ്റ് രാജു മണ്ണടി എന്നിവർ പങ്കെടുത്തു. സാങ്കേതിക പിഴവാണ്, അത് നമുക്കും മനസ്സിലാവും. പക്ഷേങ്കിൽ ഇതിനകത്ത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന ഡിസ്പ്ലേ എററാണെന്നാണ് പറയുന്നത്. പക്ഷേ അതിന് മുമ്പായിട്ടും ഈ വോട്ടിംഗ് നടന്ന ഇടയ്ക്കിടയ്ക്ക് ഈ മെഷീനെ റീസ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ തന്നെ അതിന് ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ള ബൂത്തിലിരുന്ന ഏജന്റുമാർ നമ്മളോട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ വോട്ടിംഗ് മെഷീൻ കംപ്ലൈന്റ് ആണ്. അപ്പോ ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു വോട്ട് ചെയ്ത വോട്ടിംഗ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 449 വോട്ട് ചെയ്തു എന്ന് പറയുന്നു. ഈ വോട്ടിംഗ് ഇത്രയും ഇതിനകത്ത് ഫീഡ് ആയിട്ടുണ്ടോ? അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റു പാർട്ടികളുടെ ഈ എറർ വന്നതുകൊണ്ട് കേടുവന്ന മെഷീൻ ആയതുകൊണ്ട് വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ ബൂത്തിൽ ഒരു റീപോളിംഗ് നടത്തണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. അതാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം അത് മറ്റുള്ള പാർട്ടിക്കാരൊന്നും അത് ആവശ്യപ്പെടുന്നില്ല. എന്താണ് കാരണമെന്ന് അറിയില്ല. പ്രത്യേകിച്ച് വളരെ ദുരൂഹമായ ഒരു മൗനം അവരുടെ ഭാഗത്തുണ്ടാവും. LDFന്റെയും UDFന്റെയും ഭാഗത്ത് നിന്ന് വളരെ ദുരൂഹമായിട്ടുള്ള ഒരു മൗനമാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അവരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിഷേധമോ ഒരു റെസ്പോൺസ് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ BJP NDA സ്ഥാനാർത്ഥികളും പ്രവർത്തകരും മാത്രമാണ് ഈ ഒരു ക്രമക്കേട് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. അതെ, 3 മെഷീനിലും ഇത് തന്നെയാണ്. മെഷീൻ അങ്ങനല്ല, അത് നമ്മൾ വോട്ട് ചെയ്യുന്ന മെഷീനുകളാണ്. പക്ഷെ അതിന് ഒരു സെൻട്രൽ യൂണിറ്റ് ആണ്. ആ സെൻട്രൽ യൂണിറ്റ് ആണ് കംപ്ലൈന്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് 3 യൂണിറ്റ് പോകുന്നത് അതിനകത്താണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക? ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വിജയം പ്രഖ്യാപിക്കാൻ ഒക്കാത്ത അവസ്ഥ വരും. അതാണ് അതിനകത്ത് വരുന്ന മെയിൻ വിഷയം. അപ്പൊ നമുക്കിത് നിലപാടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല. കാരണം ഈ പറഞ്ഞിരിക്കുന്ന നമ്പറൊക്കെ കറക്റ്റ് ആണെങ്കിൽ തന്നെ ഈ വോട്ടുകൾ കറക്റ്റ് ആയിട്ട് ഒരു യൂണിറ്റ് ഉണ്ടോ, അതോ സ്ഥാനാർത്ഥികൾക്ക് തെറ്റി വോട്ട് പോയിട്ടുണ്ടോ? ഒരു മെഷീനാണല്ലോ ഇത്. നമ്മളിത് എറർ ഏത് മെഷീന് സംഭവിക്കാം? ഇത് സാങ്കേതിക എറർ ആണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. കൺട്രോളിംഗ് യൂണിറ്റില് ഡിസ്പ്ലേ എറർ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടിന്റെ അക്കൗണ്ട് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് പ്രിസൈഡിംഗ് ഓഫീസർ ഇവിടെ സൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ടുകളുടെ കണക്ക് ഷീറ്റ് ആണിത്. അപ്പൊ ഇത് പ്രകാരം ആ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് രേഖപ്പെടുത്തേണ്ട ആകെ സമ്മതിദായകരുടെ എണ്ണം 627 ആണ്. എന്നാൽ വോട്ട് രജിസ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സമ്മതിദായകരുടെ എണ്ണം 449 ആണ്. പക്ഷേ വോട്ടിംഗ് മെഷീനിൽ കാണിച്ചിട്ടുള്ളത് 559 ആണ്. അതായത് ഏകദേശം 110 വോട്ടാണ് എക്സസ് ആയിട്ട് കാണിക്കുന്നത്. ഇത് നമ്മൾ ഉന്നയിച്ചപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഇത് ഉന്നയിച്ചിട്ടുള്ളതാണ് വാസ്തവം. ഉന്നയിച്ചിട്ടുള്ളപ്പോൾ അത് ഡിസ്പ്ലേ എറർ എന്ന് മാത്രമാണ് അവർ നമുക്ക് മറുപടി നൽകിയിട്ടുള്ളത്. ഇപ്പൊ പരാതി നൽകിയിട്ട് 20 മണിക്കൂർ കഴിഞ്ഞ സാഹചര്യത്തില് ജില്ലാ ഇലക്ഷൻ ഓഫീസറുടെ ഭാഗത്തു നിന്നോ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ വിശദീകരണങ്ങളോ കുറിപ്പുകളോ മറുപടിയോ നടപടിയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതിനെ സംബന്ധിച്ച് ഇന്നും ഇന്നലെയുമായിട്ട് അസിസ്റ്റന്റ് കളക്ടറിനെ നമ്മൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന്റെ ഏറ്റവും വലിയ അവകാശമാണ്. ഈ ഒരു അവകാശം സുതാര്യമാക്കേണ്ടത് പൊതുരംഗത്ത് ഇത് സുതാര്യമാക്കുക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെസ്പോൺസിബിലിറ്റിയിൽ നമ്മൾ ഉണ്ടായ ഒരു പിഴവ് ചൂണ്ടിക്കാട്ടുമ്പോൾ അതിന് യഥാവിധത്തിലുള്ള സത്യമായും സുതാര്യമായ രീതിയിലുള്ള ഒരു മറുപടി പറയുക എന്ന് പറയുന്നത് ഉത്തരവാദിത്തമാണ്. അത് നൽകിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലാഘവമാണ് വന്നിട്ടുള്ളത്. കളക്ടറുടെ ഭാഗത്തുനിന്നും ഇലക്ഷൻ ഓഫീസറിന്റെ ഭാഗത്തുനിന്നും നമ്മൾ ചൂണ്ടിക്കാട്ടിച്ചപ്പോൾ അവർ തന്നെയാണ് മറുപടി പറയുന്നത്.